ഏറ്റവും സ്നേഹമുള്ളവരെ, ഫെബ്രുവരി മാസം 23 ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ ദേവാലയങ്ങളിൽ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ അവസരത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. ഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. കർത്താവിന് വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ എന്ന് യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിലുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലും ജെറൂസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ വച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, മാതാപിതാക്കന്മാരെ, യുവജനങ്ങളെ, നമ്മൾ വായിച്ചു കേട്ടത് മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. ഈ ഭാഗത്തെ 3 നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം, ഇതിലൊരു ആമുഖമുണ്ട്. രണ്ടാമത്തെ ഭാഗം, ദ മിനിസ്ട്രി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാന്റെ പ്രേക്ഷിത ദൗത്യങ്ങൾ. മൂന്നാമത്, യേശുവിന്റെ മാമോദീസ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലെ ആരംഭം മാത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വളരെ ചെറുതാണ്. ഇത് വളരെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. നമുക്കറിയാം, മർക്കോസ് സുവിശേഷകൻ പത്രോസിന്റെ ശിഷ്യനായിക്കൊണ്ട് വചനം പത്രോസ് എന്ന് പറയുമ്പോൾ ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുത്തിരുന്ന വ്യക്തി എന്ന നിലയിലാണ് മർക്കോസിനെ കാണുന്നത്. മാത്രവുമല്ല, ആദ്യം എഴുതിയ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിന് മുമ്പ് ഒരു സുവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് വരെ അത് കണ്ടുകിട്ടിയിട്ടില്ല. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന അതിന് ക്യൂ സോഴ്സ് എന്നാണ്, ഉറവിടം എന്നാണ്. ഈ ഉറവിടത്തിൽ നിന്നാണ് മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും സുവിശേഷം എഴുതുന്നത്. മത്തായി എഴുതുമ്പോൾ ക്യൂ ഉണ്ട്, അതുപോലെ മർക്കോസിന്റെ സുവിശേഷങ്ങളുണ്ട്. ഈ സുവിശേഷം എഴുതിയത് AD 65-നും 70-നും ഇടയിലാണ്. നമുക്കറിയാം, വിശുദ്ധ മർക്കോസ് ഒരു രക്തസാക്ഷിയാണ്. യേശുവിന്റെ ജീവിതത്തിലെ പ്രവൃത്തികളാണ്. യേശു എന്തു ചെയ്തു? ജീസസ് ഈസ് ഓൾവേസ് ആൻ ആക്റ്റീവ് മാൻ ഇൻ മാസ് ഗോസ്പൽ. എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന യേശുവിനെയാണ് ഈ മർക്കോസിന്റെ സുവിശേഷൻ അവതരിപ്പിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തെ ദ പിക്ചർസ് ക്യൂ സുവിശേഷം എന്ന് പറയും. വളരെ മനോഹരമായിട്ട്, നിസ്സാരമായിട്ട് പറഞ്ഞാല് യേശു തലയണ വെച്ച്
വഞ്ചിയിൽ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ആ തലയിണ എന്ന് പറയുന്ന അങ്ങനെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഈ സുവിശേഷകൻ പ്രദാനം ചെയ്യുകയാണ്. ഈ സുവിശേഷം ആരംഭിക്കുന്നത് പറഞ്ഞു ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഗ്രീക്കിലാണ് ഈ സുവിശേഷം എഴുതിയത്. അപ്പൊ ഗ്രീക്കിൽ ആദ്യമായിട്ട് മർക്കോസ് സുവിശേഷം എഴുതുകയാണ്. ആർക്കേട്ടോ എവിങ്കിലോ ഓ യേശു ക്രിസ്തു ഹുയു ദേവു ആർക്കലെ ഇൻ ദ ബിഗിനിങ്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നതും അങ്ങനെയാണ്. ബർഷിത് ഖാറ എലോഹിം ഇൻ ദ ബിഗിനിങ്. അപ്പൊ സുവിശേഷത്തില് ആരംഭിക്കുന്നത് മർക്കോസ് എഴുതുകയാണ്. ഉൽപ്പത്തിയിലെ ഒന്നാമത്തെ വചനം, അതായത് ബർഷിത് ഖാറ എലോഹിം. ഇവിടെ മർക്കോസ് എഴുതുന്ന ആർക്കെ ബിഗിനിങ്. എന്തിന്റെ ബിഗിനിങ്? ആരംഭം എന്തിന്റെ? യേശു സുവിശേഷത്തിന്റെ ആരംഭം. 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ സുവിശേഷമല്ലേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആ വചനം പഠിക്കുകയും വചനത്തിനു വേണ്ടി ജീവിക്കുകയും വചനത്തിനു വേണ്ടി നമ്മളെ തന്നെ കൊടുക്കുകയും ചെയ്യുമ്പോൾ വചനം നമ്മിൽ രൂഢാമൂലമാവും. അതിന് കടപ്പെട്ടിരിക്കുന്ന ഈ രക്തസാക്ഷിയായ വിശുദ്ധ മർക്കോസ് ആണ്. രണ്ടാമത്തെ വാക്ക് ടോ ഓഫ് ദ. മൂന്നാമത് എവിങ്കലിയോൺ. പണ്ട് നമ്മുടെ പഠിച്ചിരിക്കുമ്പോഴൊക്കെ എവങ്കലിയോൺ അത് ലാറ്റിൻ വാക്കാണ്. എവങ്കലിയോൺ. ഇവിടെ എവങ്കലിയോ എന്നാണ് പറയുന്നത്. ആ എവങ്കലിയോൺ, ആദ്യത്തെ എവങ്കലിയോൺ ആണ് മർക്കോസിന്റെ സുവിശേഷം. ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ദൈവമേ, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത, യേശുവിന്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്ന, യേശു നടത്തിയ രോഗശാന്തികൾ കാണിച്ചു തന്ന, കുരുടർക്ക് കാഴ്ച കൊടുത്ത, ബദിരന് കേൾവി കൊടുത്ത, മുടന്തിന് സൗഖ്യം കൊടുത്ത, തളർവാദിയെ രോഗിയെ സൗഖ്യപ്പെടുത്തിയ ഈ കാര്യങ്ങളൊക്കെയാണ് വിശുദ്ധ മർക്കോസ് നമുക്ക് തരുന്നത്. മൂന്നാമത്തെ വാക്ക് പറയുകയാണ് യേശു. യേശു യേശു എന്നാണ് ഗ്രേപ്പിൽ യേശു അല്ല, യേശു എന്നാണ് ഗ്രീക്കിൽ എഴുതുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാല് അനോയിന്റഡ് വൺ. ചെയ്യുന്നത് ആ കാലഘട്ടങ്ങളില് ഒന്ന് രാജാക്കന്മാരെയാണ്, പ്രവാചകന്മാരെയാണ്. അപ്പൊ യേശു രാജാവാണെന്ന് മർക്കോസ് അവതരിപ്പിക്കുകയാണ്. യേശു രാജാവാണെന്ന് മർക്കോസ് അവതരിപ്പിക്കുക. മാത്രമല്ല അദ്ദേഹം പ്രവാചകനാണ്. ഹീസ് എ നബി, ഹീസ് എ ടീച്ചർ എന്നുകൂടി അർത്ഥമാക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തു എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. ആ സണ്ണാണ് ദൈവപുത്രനായ സൺ. ദ സണ്ണ് എന്നതിന് പകരം ചില കയ്യെഴുത്തു പ്രതികളിൽ നമ്മൾ കാണുന്നത് ദ പ്രോഫറ്റ്. അതായത് ദൈവപുത്രനായ യേശുവിന്റെ സുവിശേഷം. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ദൈവപുത്രനായ പ്രവാചകന്റെ സുവിശേഷം എന്നും കാണാം. ദൈവപുത്രനായ പ്രവാചകന്റെ ശബ്ദം. ആ കർത്താവ് ആരാണ്? ഗോഡ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ക്രിസ്തു അനുഭവം. ഒന്നുകിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനം കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, ചിലപ്പോൾ യേശുവിനെ നേരിട്ട് കാണുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സുവിശേഷം ദ ഗുഡ് ന്യൂസ് എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഇപ്രകാരം: ദ ബിഗിനിങ് ഓഫ് ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. ബട്ട് ദ ബിഗിനിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മലയാളത്തിൽ ആരംഭിച്ചത് ദൈവപുത്രനായ യേശു ക്രിസ്തു. അപ്പൊ ഈ പ്രോഫറ്റ് ആണ്
അനുഗ്രഹം നൽകുന്നവനാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. യേശു ഗ്രീക്കില് ക്രിസ്തു, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എങ്ങനെയാണ് ഈ അഭിഷേകം ചെയ്തത്? പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധ മറിയത്തില് പരിശുദ്ധാത്മാവ് വരികയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും മാലാഖമാർ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്നെ നിഴലിക്കും. അപ്പൊ ആത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 11-ാം വചനം വരിക, പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകപ്പെടുന്നവർ. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യത്തെ ഒരു വചനം മാത്രമാണ് ഈ ഞായറാഴ്ചത്തെ 1-ാമത്തെ ഭാഗത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. അതിതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, വൈദികർക്ക് കൊടുക്കണം. അവർക്കൊരു ചെറിയ സഹായമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ ഭാഗം കേട്ടിട്ട് കുർബാനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ ആദ്യമായിട്ട് ഗ്രീക്കിൽ എഴുതിയത് മർക്കോസ് സുവിശേഷകനാണല്ലോ. അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയുടെ വചനം എഴുതുകയും ചെയ്തതിനു ശേഷമാണല്ലോ മർക്കോസ് രക്തസാക്ഷിയായത്. വചനം എഴുതി മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു നല്ല അനുഭവമാണല്ലോ. ഞങ്ങളെ സ്പർശിക്കുന്ന ചെറിയ ചെറിയ വചനങ്ങൾ ഞങ്ങൾ എഴുതിയെടുക്കുവാനും അത് ഹൃദയസ്ഥമാക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ഞായറാഴ്ച പള്ളിയിൽ വന്നിരിക്കുന്ന ഓരോരുത്തരിലും ദ ഗുഡ് ന്യൂസ്, ആ സുവിശേഷം, ദ ഗുഡ് ന്യൂസ് അവരിലേക്ക് കടന്നു ചെല്ലട്ടെ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മലരുകൾ ധാരാളമായി ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇടവകയിലും ഇത് കേൾക്കുന്നവരിലും ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ.